നമസ്കാരം. അട്ടപ്പാടി ചീരക്കടവ് വഴി വരുമ്പോൾ കണ്ടൊരു കാഴ്ചയാണ് ഒരു ബോർഡ് പോലും ഇല്ലാത്ത ഒരു ഹോം സ്റ്റേ. അപ്പോൾ എന്താണ് ഇവിടുത്തെ ഒരു പ്രത്യേകത നോക്കാൻ വേണ്ടി ഞാൻ ജസ്റ്റ് ചുമ്മാ ഇറങ്ങിയിട്ടൊന്ന് വീഡിയോ ഒക്കെ എടുത്താണ്. ഭവാനി പുഴയുടെ തീരത്താണ് ഈ ഹോം സ്റ്റേ ഉള്ളത്. എന്നാലും ഇതിൻ്റെ ഒരു മുൻവശം തന്നെ അടിപൊളിയായിട്ട് അലങ്കരിച്ചിട്ടുണ്ട്. പക്ഷേ ഇത് കെയർ ടേക്കർ താമസിക്കുന്ന ഒരു സ്ഥലമാണ്, ഇവിടുത്തെ നോക്കി നടത്തുന്ന ആൾ താമസിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങൾ നേരെ പോയത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ആദ്യത്തെ ഒരു ഹട്ടിലാണ് കേട്ടോ. ഇതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഫസ്റ്റത്തെ ഒരു നമ്മുടെ ഹോം സ്റ്റേ എന്ന് പറയുന്നത്. ഇവിടെ ഏകദേശം ഒരു 12 പേർക്ക് താമസിക്കാൻ പറ്റും. നമ്മളൊരു ടീമായിട്ടൊക്കെ വരികയാണെങ്കിൽ സുഖമായിട്ട് നമുക്കിവിടെ താമസിക്കാൻ പറ്റും. ഒരു അറ്റാച്ച്ഡ് ബാത്റൂംസ് ആണ് ഉള്ളത്. എന്ന് വെച്ചാൽ ഒരു ടീമായിട്ടൊക്കെ വരികയാണെങ്കിൽ നല്ലൊരു വൈബാണ് കേട്ടോ. ഇവിടെ നമുക്ക് ഹട്ട് പോലെയാണ്, ഒരു കുടില് പോലെയൊക്കെയാണ്. നല്ല അറ്റ്മോസ്ഫിയർ. നമുക്കൊരു പഴയ കുടില് വീടുണ്ടല്ലോ, ഒരു ഓലപ്പര വീടിൻ്റെ ഒക്കെ ഒരു അറ്റ്മോസ്ഫിയർ അടിപൊളിയായിട്ട്. രാവിലെയൊക്കെ ഒരു കിടിലൻ വൈബാണ് കേട്ടോ. ഇവിടെ നല്ല അറ്റ്മോസ്ഫിയറാണ് രാവിലെയൊക്കെ. ഇവിടെ പ്രഭാത സഞ്ചാരത്തിനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ നല്ല അറ്റ്മോസ്ഫിയറാണ്. പിന്നെ നേരെ ടെൻറ്റിലേക്കാണ് പോയത്. ഈ ടെൻറ്റിൽ പ്രത്യേകത വെച്ചാൽ 3 പേർക്ക് ഇതിൽ താമസിക്കും. ഞാൻ 2 പേർക്ക് പറ്റുമോ ചോദിച്ചു, പക്ഷേ 3 പേർക്ക് താമസിക്കാൻ പറ്റും. നല്ല അടിപൊളിയായിട്ട് സെക്യൂർഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ കൂളായിട്ട് നമുക്ക് 3 പേർക്ക് താമസിക്കാം. പിന്നെ നല്ല തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഒരു കിടിലിനാണ്. പിന്നെ ഫുഡും കാര്യങ്ങളൊക്കെ ഇവർ തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്ക് പറയാം, അത് പ്രിപ്പയർ ചെയ്ത് തരും. ഇവിടെ ഒരു ചേച്ചിയുണ്ട്, അവർ ഉണ്ടാക്കി തരും. പിന്നെ അടുത്ത് നേരെ പോയത് മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹോം സ്റ്റേക്കാണ്. ഇത് കുറച്ചുകൂടെ നല്ല ഡിസൈൻ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ളത്, ഒരു മോഡലായിട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഏകദേശം ഒരു 6 പേർക്കോളം ഇവിടെ താമസിക്കാമെന്ന് പറഞ്ഞു. താഴത്തെ ബെഡിൽ 3 പേർക്ക് താമസിക്കാൻ പറ്റും. താഴത്തെ ബെഡിൽ മുകളിൽ അതുപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാനത് കാണിച്ചു തരാം. ഇപ്പോൾ ബാത്റൂമൊക്കെ അറ്റാച്ച്ഡ് ബാത്റൂമാണ്, നല്ല ഫെസിലിറ്റിയാണ് കാര്യങ്ങളൊക്കെ. ഇതിൽ നേരെ ഒരു സ്റ്റെയറും കൂടെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്റ്റെയറിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ അവിടെയും 1-2 പേർക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ടീമായിട്ട് വരികയാണെങ്കിൽ, ഒരു 5-6 ടീം ആൾക്കാരായിട്ട് വരികയാണെങ്കിൽ സുഖമായിട്ട് നമുക്കിവിടെ താമസിക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഫ്രണ്ട് വശം തന്നെ പറയുകയാണെങ്കിൽ ഭവാനി പുഴയാണ്. ഈ കാണുന്നതാണ് മുകളിലുള്ള ബെഡും കാര്യങ്ങളൊക്കെ. നല്ലൊരു കിടിലനായിട്ടുണ്ട് കേട്ടോ, നല്ലൊരു ആംബിയൻസ് ആയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇനി അടുത്ത എന്താ വെച്ചാൽ ഒരു ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഭവാനിപ്പുഴയുടെ തീരത്താണത്. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇതാ ഈ ഒരു കിടിലൻ വൈബാണ് കേട്ടോ, നല്ല വ്യൂ ആണ്. ഇവിടെയൊക്കെ നമുക്ക് വന്നിരിക്കാം. ഈ ഒരു മുകളിലൊരു സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റെയർ കയറി കഴിഞ്ഞാൽ ഇവിടെയൊക്കെ വന്ന് നമുക്ക് സംസാരിച്ചൊക്കെ ഇരിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ അറ്റ്മോസ്ഫിയറാണ്. അപ്പോൾ ഇത് ഉള്ളത് ചീരക്കടവാണ്, അട്ടപ്പാടി ചീരക്കടവാണ്. ജസ്റ്റ് നിങ്ങൾ അട്ടപ്പാടിക്ക് വരികയാണെങ്കിൽ നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഹോം സ്റ്റേ നിങ്ങൾ നോക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയെ തോന്നിയത് കൊണ്ടാണ് ഞാനിത് വീഡിയോയിലൂടെ നിങ്ങൾക്ക് പങ്കുവെച്ചത്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലൂടെ പങ്കുവെക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ബൈ, സി യു.